ആളുകളുടെ കാതിനും കണ്ണിനും ഒക്കെ ഇമ്പമുള്ളതാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അത് മണപ്പാട്ടുചിറയാണ്. മണപ്പാട്ടുചിറയിൽ വെള്ളമില്ലെങ്കിൽ കാതിനും ഇമ്പുണ്ടാവില്ല, കണ്ണിന് കുളിർമയുണ്ടാവില്ല. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരുടെ ആവട്ടെ, ടൂറിസത്തിൻ്റെ ആവട്ടെ, ഇറിഗേഷൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആകട്ടെ, സ്ഥാപനങ്ങൾ മുടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് എന്ത് നിലപാടാണ് നമ്മുടെ ഇവിടുത്തെ MLA സ്വീകരിച്ചത്? നാടിന് അല്ലെങ്കിൽ സമൂഹത്തിന്, ആ പ്രദേശത്തെ ടൂറിസത്തിന് എത്രമാത്രം നന്നായി ഉപയോഗിക്കാം എന്നൊരു ചിന്ത MLAയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഒരു പൈസ പോലും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുടക്കി നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് ടൂറിസം മേഖല. വർഗീസ് മൂലനെ സ്പോൺസർ ചെയ്യിപ്പിച്ച് ആ പരിപാടിയിലേക്ക് എൻട്രി ചെയ്യിക്കുന്നത് ഞാനാണ്. ടൂറിസം ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ എത്ര വർഷമായിട്ടാണ് ആ സ്ഥാനം? അഞ്ചാമത്തെ വർഷം ഗവൺമെൻറ് വന്നപ്പോൾ കിട്ടിയ. അപ്പോൾ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്കമാലിയിൽ ഈ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ ചെയ്തിട്ടുണ്ടോ? എന്താണ് നമ്മൾ അങ്കമാലിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുക? നമ്മുടെ ഞങ്ങളുടെ ഈ കോർപ്പറേഷൻ്റെ പരിധിയിൽ പുതിയ നമ്മുടെ ടൂറിസം സർക്യൂട്ട് വിഭാവനം ചെയ്യൽ ഞങ്ങളുടെ ഒരു പദ്ധതിയല്ല. ഞങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് കുറേ ഹോട്ടൽ, അതുപോലെ തന്നെ ബീർ പാർലറുകൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ ആരാമം, KTDC പോലെയുള്ള KTDCയുടെ ആ സ്ഥാപനങ്ങൾ അത് നമുക്ക് അങ്കമാലിക്ക് ഇല്ലല്ലോ. അങ്ങനെ അങ്കമാലിയിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ 2 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മുടെ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പുറകിൽ ഒരു ചെറിയ ഹോട്ടൽ, ഒരു 10-12 റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ ഒരു 7 കൊല്ലം മുമ്പാണ് അത് നിർത്തലാക്കിയത്. അത് നിർത്തലാക്കാനുണ്ടായ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ചെമ്പിശ്ശേരി റോഡ്, മറ്റൂർ ചെമ്പിശ്ശേരി റോഡ് വളരെ വാഹന ഗതാഗതങ്ങളൊന്നും പോകാൻ പറ്റാതെ വലിയ മോശമായി കിടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലങ്ങനെ ആളുകൾ വന്ന് അവിടെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റാത്തൊരു സാഹചര്യം വന്നു. അതിനുശേഷം 2020 ഏകദേശം ഒരു 3 വർഷം മുമ്പ് ആ റോഡ് 2016 മുമ്പ് തന്നെ 3 കോടി രൂപ അന്നത്തെ അതിന് തുക അനുവദിച്ച് അതിന്റെ പണികൾ തുടങ്ങി കാര്യങ്ങൾ ചെയ്ത് വെച്ചപ്പോഴാണ് 2014 തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ബാക്കിയത്തെ കട്ട വിരിക്കൽ കാര്യങ്ങളൊക്കെ നടന്നത്. അതിനുശേഷം നമ്മുടെ MLAയുടെ ഭാഗത്തുനിന്ന് ആ തരത്തിലേക്കുള്ളൊരു പ്രൊമോഷൻ ഉണ്ടായില്ല, അത് ചെയ്തില്ല. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ 21 ശേഷമാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ശ്രമം നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ അത് KTDCയുടെ സ്വന്തം സ്ഥലമല്ല, യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. അതിൻ്റെ അകത്ത് 5 റൂം യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അതിൻ്റെ KTDCയുടെ തന്നെ റീജിയണൽ ഓഫീസായിട്ടാണ് ഇപ്പോൾ ആ സ്ഥലം പ്രവർത്തിക്കുന്നത്. അങ്ങനെ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്തായിരുന്നു അന്ന് KTDCയുടെ ഒരു ഹോട്ടലുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ചെമ്പിശ്ശേരി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ കാലതാമസം വന്നതുകൊണ്ട് അതവിടെ നിന്നുപോയി. പിന്നെ അത് റീജിയണൽ ഓഫീസായി അത് മാറ്റി സ്ഥാപിച്ചിട്ട് അതൊരു നമ്മൾ പ്രൈവറ്റ് പാർട്ടികളെ കൊണ്ട് KTDCയും പ്രൈവറ്റ് പാർട്ടിയും കൂടി ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ബോർഡിൽ തീരുമാനം ഉണ്ടാവുകയും അതിനുള്ള കാര്യങ്ങളുമായി സംസ്കൃത യൂണിവേഴ്സിറ്റിയോട് ഒരു പെർമിഷൻ വേണം. നമ്മളത് സബ് ഡി സി അവരുടെ ഭൂമിയിൽ ഇരിക്കുന്നുണ്ട്, സബ് ഡി സി ആയിട്ടുള്ള അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ നമ്മൾ നടത്തി വെച്ചിട്ടുണ്ട്. അത് ആണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു ഹോട്ടൽ, അതുപോലെ തന്നെ നമ്മുടെ മലയാറ്റൂർ ഭാഗത്ത് മണപ്പാട്ടുചിറ ഭാഗത്ത് KTDCയുടെ ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 8-9 മാസം മുമ്പ് അവിടെ ഞാൻ KTDCയുടെ MD ഇപ്പോഴത്തെ തൃശ്ശൂർ കളക്ടറായിട്ടുള്ള ശിഖ സുരേന്ദ്രൻ IAS ഞാൻ ഈ സ്ഥലം കൊണ്ടേ കാണിച്ചു. അന്നത്തെ ഞങ്ങളുടെ ചെയർമാനായിട്ടുള്ള ഒരു PK ശശി, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ KTDCയുടെ ചെയർമാൻ. ഞാൻ ഈ സ്ഥലം കൊണ്ടേ കാണിച്ചു. 2 പേരും വളരെ വണ്ടർഫുൾ പ്ലേസ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കിത് അത്തരത്തിൽ കാര്യങ്ങൾ ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഒരു പാർട്ടി ഇത് കാണാനായിട്ട് അവിടെ ചെന്നു. ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് 2 രാജവെമ്പാല ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരുടെ ആവട്ടെ,
ടൂറിസത്തിൻ്റെ ആവട്ടെ, ഇറിഗേഷൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആകട്ടെ, സ്ഥാപനങ്ങൾ മുടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് എന്ത് നിലപാടാണ് നമ്മുടെ ഇവിടുത്തെ എം എൽ എ സ്വീകരിച്ചത്? മാനേജ്മെൻറ്റ് ട്രെയിനീസിൻ്റെ ഒരു സ്ഥലമായി KTDC, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് KTDCക്ക് കൊടുത്തതാണത്. പക്ഷെ KTDC അത് 2018 ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുത്തു. പിന്നെ അത് KTDC അതിൻ്റെ അത് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഡയറക്റ്റായി വന്നതിന് ശേഷമാണ് ഇതപ്പം അതൊരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലീസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാനായിട്ട്. അപ്പോൾ അവരുടെ കാലാവധി 2023 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ഒരു എഗ്രിമെൻറ്റ് അതിന് മുമ്പുള്ള മാനേജ്മെൻറ്റ് വെച്ചിട്ടുള്ള ബോർഡ് വെച്ചിട്ടുള്ളത് കൊണ്ട് അതിനുശേഷം നമ്മളെടുത്ത് ഇതിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് വീണ്ടും തനത് ഫണ്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ബഡ്ജറ്റില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമ്മൾ കാശ് മുടക്കാൻ ഞാൻ പറയില്ല. കാരണം ഇനി ഒരു പൈസ പോലും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുടക്കി നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് ടൂറിസം മേഖല കേരളത്തിൽ, പ്രത്യേകിച്ച് ലോകത്തെ എല്ലായിടത്തും. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് പാർട്ടിയെ കൊണ്ട് നമ്മൾ കാശ് മുടക്കിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യിക്കുക. അപ്പോൾ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു വീതം കിട്ടിക്കൊണ്ടിരിക്കും. തന്നെയല്ല ടൂറിസം മേഖലയ്ക്ക് ഉണർവുണ്ടാവും. ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിനൊരു പീസ്ഫുൾ സ്റ്റഡി നടത്താനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സർക്കാരുമായിട്ടൊരു എന്താ പറയുക, സർക്കാരിൻ്റെ ഒരു നയപരമായൊരു തീരുമാനത്തോടു കൂടി അതിൻ്റെ അത് വേണമല്ലോ. അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേറെ പ്രൈവറ്റ് പാർട്ടിയിൽ അതിൻ്റെ ഒരു നയപരമായൊരു തീരുമാനം വേണം. റിക്വസ്റ്റ് നമ്മൾ ഫോർവേഡ് ചെയ്തു. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്. ക്രിയാത്മകമായി അത് നാടിന് അല്ലെങ്കിൽ സമൂഹത്തിന്, ആ പ്രദേശത്തെ ടൂറിസത്തിന് എത്രമാത്രം നന്നായി ഉപയോഗിക്കാം എന്നൊരു ചിന്ത MLA യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. 10 കൊല്ലമായി വളരെ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഒരു മാമാങ്കമാണ് നമ്മുടെ മണപ്പാട്ട് ചിറ മലയാറ്റൂർ കാർണിവൽ നക്ഷത്ര തടാകം. അത് ഡോക്ടർ വർഗീസ് മൂലനെ സ്പോൺസർ ചെയ്യിപ്പിച്ച് ആ പരിപാടിയിലേക്ക് എൻട്രി ചെയ്യിക്കുന്നത് ഞാനാണ്. അന്ന് 2016 LDFൻ്റെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ആളുകൾ പിള്ളേർ അവിടുത്തെ യുവാക്കൾ ചെന്നത്. അപ്പോൾ അദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ സ്പോൺസറെ കണ്ടെത്തേണ്ട കാര്യമാണല്ലോ, അത് റിസ്കി ജോബാണ്, സ്പോൺസർ പൈസ മുടക്കുന്ന ആളെ കണ്ടെത്തൽ. അപ്പോൾ MLA നേരെ എൻ്റെ അടുത്തേക്ക് വിട്ടു. ഞാൻ വേഗം ഡോക്ടർ വർഗീസ് മൂലൻ എൻ്റെ അയൽവാസിയാണ്, പുള്ളി നല്ല കാര്യങ്ങളൊക്കെ കുറേ ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെ തുടങ്ങിയ നക്ഷത്ര തടാകമാണ് ഇന്ന് വിപുലമായ രീതിയിലുള്ളൊരു സംവിധാനമായി മാറിയത്. അത് തുടങ്ങാനും അതിന് ആളുകളുടെ കാതിനും കണ്ണിനും ഒക്കെ ഇമ്പമുള്ളതാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അത് മണപ്പാട്ട് ചിറയാണ്. മനസ്സിലായോ? മണപ്പാട്ട് ചിറയിൽ വെള്ളമില്ലെങ്കിൽ കാതിനും ഇമ്പുണ്ടാവില്ല, കണ്ണിന് കുളിർമയുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം നമ്മുടെ ഈ കാലയളവ് വന്നാൽ ഒരു കാലത്ത് മലയാറ്റൂർക്ക് വരുന്ന തീർത്ഥാടകർ ബസ് ഇറക്കിയിരുന്ന പാർക്കായിരുന്നു ഈ തടാകം. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, കുറേ ആളുകൾ കുളിക്കും, കുറേ ആളുകൾ ആദ്യം തന്നെ ബസ് അതിൻ്റെ അകത്ത് കഴുകും. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. ആ സ്ഥിതി മാറി. 2016 മുമ്പ് മാറിയത് ആ സ്ഥിതി. ഇടമലയാർ കനാലിൽ സാധ്യമായതോടുകൂടി അതിലെപ്പോഴും 365 ദിവസവും 24 മണിക്കൂറും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു വലിയ 90 ഏക്കർ സ്ഥലമുണ്ടത്. മനസ്സിലായി? അത്രയും വിശാലമായൊരു തടാകം. ഈ വർഷം എന്താ സംഭവിച്ചത്? ഈ വർഷം 2 മാസം മുമ്പ് അവിടുത്തെ വെള്ളം പറ്റി, കനാലിൽ വെള്ളം വന്നില്ല. കനാലിൻ്റെ കൃത്യസമയത്തുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമായി ബന്ധപ്പെട്ട് ഇടമലയാർ കനാലിൽ നിന്ന് വെള്ളം തുറന്നു വിടാൻ പറ്റിയില്ല. മണപ്പാട്ട് ചിറയിൽ വെള്ളം പറ്റി. വീണ്ടും പഴയ പോലെ വണ്ടികൾ ഇറക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ആകുമെന്ന് തോന്നി. അപ്പോഴേക്കും അവിടത്തെയും നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളും ഒക്കെപ്പാടെ കൂടി രംഗത്ത് വന്ന് വീണ്ടും മണപ്പാട്ട് ചിറയിൽ വെള്ളമടിച്ച് നിറച്ചു. മണപ്പാട്ട് ചിറ 2016 മുൻപ് അന്നത്തെ LDFൻ്റെ MLA 80 ലക്ഷം രൂപ അനുവദിച്ച് അവിടെ മണപ്പാട്ട് ചിറയോട് ചേർന്നുള്ളൊരു പാർക്ക്, അവിടെ ഒരു വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ പണിതിട്ട് ആ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങൾക്കും ഉള്ളൊരു സംവിധാനം ഒരുക്കി കാര്യങ്ങൾ അന്ന് 80 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. DTPC വഴി അതിന് അന്ന് തുക അനുവദിച്ചതാണ്. അതിൻ്റെ പണി പൂർത്തീകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും
തുടർന്ന് അതിനൊരു നവീകരണം കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം. 10 കൊല്ലം മുമ്പ് 80 ലക്ഷം രൂപ മുടക്കി ഒരു പാർക്കിൻ്റെ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്ന ആളുകളുടെ ഒരു പണിയാണ്. അത് ചെയ്തില്ല.